നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ അതീവ അപകടം പിടിച്ച ഹോർമുസ് കടലിടുക്കിലൂടെയായിരുന്നു ഇന്ത്യയിലേക്ക് ആവശ്യമായുള്ള ഇന്ധനം എത്തിക്കൊണ്ടിരുന്നിരുന്നത്. ഒരു ഇന്ത്യൻ LPG കപ്പൽ സുരക്ഷിതമായി കടന്നു പോകുന്നത് ഇറാൻ നാവികസേനയുടെ നേരിട്ടുള്ള സഹായത്തിൽ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാൻ നിലവിൽ നടപ്പിലാക്കുന്ന നിയന്ത്രിത പാതയിലൂടെയാണ് കപ്പലിനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചത്. കപ്പൽ യാത്രയിലുടനീളം ഇറാൻ നാവികസേനയുമായി റേഡിയോ ബന്ധം പുലർത്തിയിരുന്നു. കപ്പലിലെ ജീവനക്കാരെല്ലാം ഇന്ത്യക്കാരായിരുന്നു. കപ്പലിന്റെ പതാക, പുറപ്പെട്ട സ്ഥലം, ലക്ഷ്യസ്ഥാനം, ജീവനക്കാരുടെ ദേശീയത തുടങ്ങിയ വിവരങ്ങൾ ഇറാൻ ഉദ്യോഗസ്ഥർ ശേഖരിച്ചതായി ഇന്ത്യൻ കപ്പലിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധത്തിന്റെ വിജയമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയിലെ ടെക്സസിൽ നിന്നും LPGയുമായി എത്തിയ പിക്സിസ് പയനിയർ എന്ന കൂറ്റൻ ചരക്ക് കപ്പൽ മംഗലാപുരം തുറമുഖത്തെത്തിയിട്ടുണ്ട്. രാജ്യത്ത് ഇന്ധനക്ഷാമം, പാചകവാതക ക്ഷാമം നേരിടുന്നതിനെ തുടർന്നുണ്ടാകുന്ന ആശങ്കകൾക്കിടെയാണ് കപ്പലിന്റെ വരവ്. ഇതിന് മുന്നോടിയായി ശനിയാഴ്ച മുൻഗണനാ വിഭാഗങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ LPG വിഹിതം കേന്ദ്ര സർക്കാർ 20% കൂടി വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ആകെ വിഹിതം 50% ഉയർന്നിട്ടുണ്ട്. അമേരിക്കൻ കപ്പലിനു മുൻപായി റഷ്യൻ എണ്ണയുമായി അക്വറ്റൈറ്റൻ എന്ന കപ്പലുകളും മംഗലാപുരത്തെത്തി. കപ്പലിൻ്റെ വലിപ്പ് കൂടുതലിൽ കാരണം ഇത് തുറമുഖത്ത് അടുപ്പിക്കാനായില്ല. തുറമുഖത്ത് നിന്നും 18 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. സിംഗിൾ പോയിന്റ് മൂറിംഗ് സംവിധാനം വഴി പൈപ്പ് ലൈനിലൂടെ എണ്ണ ബാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡ് അവിടെ എത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ആഗോള ഇന്ധനവില നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി റഷ്യൻ എണ്ണ വിൽക്കാൻ അമേരിക്ക വ്യാഴാഴ്ച താൽക്കാലിക അനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യൻ എണ്ണ വാങ്ങി എത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന 30 ദിവസത്തെ ഇളവിന് പകരമാണ് ഈ പുതിയ അനുമതി. എങ്കിലും ഉത്തര കൊറിയ, ക്യൂബ എന്നീ രാജ്യങ്ങൾക്കായുള്ള ഇടപാടുകൾക്ക് ഇപ്പോഴും വിലക്കുണ്ട്. ഗ്യാസ് കപ്പലുകൾ എത്തിയില്ലെങ്കിൽ ഇന്ത്യയിലെ പാചകവാതകത്തിന് എന്തും സംഭവിക്കാമെന്ന് ചോദ്യം ഉയർന്നു വന്നു. വീട്ടിലെ സ്റ്റൗകൾ അണയുമോ എന്നുള്ളൊരു ചോദ്യം അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചൊരു ആശങ്കയാണ്. പക്ഷേ ഇന്ത്യ ഇതിനകം തന്നെ തയ്യാറായിരുന്നു. മാർച്ച് 25-ന് അപ്പോളോസ് ഓഷ്യൻ ഇന്ത്യൻ ഓയിലിനും ഭാരത് പെട്രോളിയത്തിനും വേണ്ടി 26,687 ടൺ വാതകം കൊണ്ടുവരും. മാർച്ച് 29-ന് US-ൽ നിന്ന് 30,000 ടൺ വാതകവുമായി മറ്റൊരു കപ്പലെത്തും. ഇത് HPCL-നുള്ളതാണ്. ഇതിനർത്ഥം ഈ ആഴ്ച 72,700 ടണ്ണിലധികം പാചകവാതകം ബാംഗ്ലൂരിൽ മാത്രം എത്തുമെന്നാണ്. ഈ വാതകം ബാംഗ്ലൂരിൽ മാത്രമുള്ളതല്ല. HPCL പൈപ്പ് ലൈൻ ഇവിടെ നിന്ന് നേരിട്ട് ബാംഗ്ലൂരിലേക്കും അതിനപ്പുറത്തേക്കുമാണ് പോകുന്നത്. ഇതിനർത്ഥം ദക്ഷിണേന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വീടുകൾക്ക് ഈ വാതകം ഇന്ധനമാകും എന്നാണ്. ഹോർമുസിലെ യുദ്ധം തുടരുകയാണ്. വഴി അടച്ചിരിക്കുന്നു. എന്നാൽ ഇന്ത്യ US-ഉമായി സമയബന്ധിതമായി ബന്ധപ്പെടുകയും വിതരണ സംവിധാനങ്ങൾ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഇന്ത്യൻ വീടുകളിൽ ഗ്യാസ് ക്ഷാമം ഉണ്ടാകില്ല. മധ്യപൂർവ്വ ദേശത്തെ ഇറാൻ US-ഇസ്രായേൽ യുദ്ധം 4ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന അല്ലെങ്കിൽ എപ്പിക് ഫ്യൂറി എന്നീ നാമങ്ങളിൽ US-ഉം ഇസ്രായേലും വൻ വ്യോമാക്രമണങ്ങൾ നടത്തുന്നത് തുടരുകയാണ്. ഡിമോണയിലും ജെറുസലേമിലും മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ പ്രതികരിച്ചത്. വ്യാപകമായ നാശനഷ്ടങ്ങളും പരിക്കുകളും ഉണ്ടായി. ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈദ്യുതി നിലയങ്ങൾ നശിപ്പിക്കുമെന്നും അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഗാസ, സിറിയ, ചെങ്കടൽ എന്നിവിടങ്ങളിൽ സംഘർഷങ്ങൾ തുടരുകയാണ്. ഇതുവരെ 1400-ലധികം ഇറാനികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പ്രാദേശിക സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയുണ്ട്. ഇറാൻ നാവികസേനയുടെ നേരിട്ടുള്ള സഹായത്തോടെയാണ് പൂർണ്ണമായി ഇന്ത്യൻ ജീവനക്കാർ അടങ്ങിയ ഈ ഗ്യാസ് കാരിയർ കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതെന്നാണ് വിവരം. ലോകത്തിലെ എണ്ണ വിതരണത്തിൻ്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിൽ യുദ്ധം തുടങ്ങിയത് മുതൽ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും കടൽ കുഴി ബോംബുകളും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ ഫലം കണ്ടിരിക്കുന്നത്. ഫെബ്രുവരിയിൽ യുദ്ധം തുടങ്ങിയത് മുതൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള നിരവധി ആക്രമണങ്ങളാണ് ഈ മേഖലയിൽ നടന്നത്. സമുദ്രത്തിൽ കുഴിബോംബുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളും ഇൻഷുറൻസ് തുകയിലുണ്ടായ വൻ വർധനവും കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിരുന്നു. 10 ദിവസത്തോളം പേർഷ്യൻ കടലിൽ നങ്കൂരമിട്ട
ഇന്ത്യൻ യാത്ര തുടരാൻ അനുമതി ലഭിച്ചത് മാർച്ച് 13-നാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ലൈഫ് റാഫ്റ്റുകൾ തയ്യാറാക്കിയും സിഗ്നൽ സംവിധാനം ഓഫ് ചെയ്തും അതുപോലെ തന്നെ GPS തടസ്സങ്ങളെ അതിജീവിച്ചുമാണ് കപ്പൽ ഈ അപകടകരമായ പാത പിന്നിട്ടത്. ഇറാനിയൻ ദ്വീപുകളിലെ ലാറക്കിനും കശ്മീരിനുമിടയിലുള്ള ഇടുങ്ങിയ പാതയിലൂടെ ഇറാൻ തീരത്തോട് ചേർന്ന് അതീവ ജാഗ്രതയോടെയാണ് കപ്പൽ നീങ്ങിയത്. ഒമാൻ ഉൾക്കടലിൽ എത്തിയപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ ഈ കപ്പലിനെ സ്വീകരിക്കുകയും അവിടെ നിന്ന് അകമ്പടി സേവിക്കുകയും ചെയ്തു. തുടർന്ന് കപ്പൽ ഇന്ത്യയിലേക്കുള്ള യാത്ര സുരക്ഷിതമായി തുടർന്നു. നിലവിൽ 22ഓളം ഇന്ത്യൻ കപ്പലുകൾ ഈ മേഖലയിലെ വിവിധ ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒമാൻ ഉൾക്കടലിലെത്തിയതോടെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ LPGക്ക് കരുത്തായി അല്ലെങ്കിൽ ഒപ്പം അകമ്പടി സേവിക്കുകയും സുരക്ഷിതമായി ഇന്ത്യയിലേക്കുള്ള യാത്ര ഉറപ്പാക്കുകയും ചെയ്തു. ഇന്ത്യൻ പതാകയുള്ള ഗ്യാസ് കാരിയറുകളുടെ ഈ സുരക്ഷിത യാത്ര ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ പ്രതിഫലനമാണെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കി. എന്നാൽ എല്ലാ കപ്പലുകൾക്കുമായി ഒരു പൊതു കരാർ നിലവിലില്ലാത്തതിനാൽ ഓരോ കപ്പലിൻ്റെയും സുരക്ഷയ്ക്കായി പ്രത്യേക ചർച്ചകൾ ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിൽ 22ഓളം ഇന്ത്യൻ കപ്പലുകൾ പശ്ചിമേഷ്യൻ മേഖലയിലെ വിവിധ ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. യുദ്ധഭീഷണിയെ തുടർന്ന് ഇൻഷുറൻസ് തുകയ്ക്കായിട്ട് വലിയ വർധനവും മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കപ്പൽ ഗതാഗതത്തെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. മറ്റ് ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇറാനുമായുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ സജീവമായി അവിടെ തുടരുകയാണ്. ലോകവ്യാപാരത്തിന് ആകെ ഭീഷണി ഉയർത്തുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ സ്വന്തം കപ്പലുകളെയും നാവികരെയും സുരക്ഷിതമാക്കാൻ ഇന്ത്യ നടത്തുന്ന ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്നത്.